അപ്പോൾ ഗൈസ് നമുക്കൊരു ഐവിക്ക് പോയാലോ? മാംഗ്ലൂർ, ഡണ്ടേലി, ഉടുപ്പി, ഗോകർണ വഴി ഒരു യാത്ര. അപ്പോൾ ഗൈസ് നമുക്ക് എല്ലാവരും പരിചയപ്പെട്ടിട്ട് നമുക്ക് വ്ളോഗിലോട്ട് കിടക്കാം. എല്ലാവരും നോക്കി വെച്ചോ, ആവശ്യം വരും. ട്രിപ്പ് പോവുകയാണ് ഗൈസ്. ഐവി ട്രിപ്പാണ് ഗൈസ്. എത്ര ദിവസം? 5 ദിവസം. ഗൈസ് അതെ അതെ. മിസ്സിന് എന്റെ വ്ളോഗിൽ വരാൻ പേടിയാണ് ഗൈസ്. ഒരു പാട്ടില്ലാണ്ട് അവിടെ കിടന്നു പോവാ. ദൈവമേ രക്ഷിക്കണം. എന്നെ മാത്രമല്ല എല്ലാവരെയും രക്ഷിക്കണം. സാറിനെ നല്ലോണം രക്ഷിക്കണം. അമ്മ കൂടെ തന്നെ കാണണം. വേറെ എവിടെയും പഠിക്കാനുള്ള ബുദ്ധിശക്തി ഞങ്ങളുടെ സാറിന് ടീച്ചർ ഫോട്ടോ നന്നായിട്ട് നമ്മളോട് വെയിറ്റിംഗ്. ഹലോ, പാട്ട് പാടി ക്ഷീണിച്ചോണ്ട് ഞങ്ങൾ വേറൊരു ഗെയിം ഇറക്കി. അതൊരു 1.5 ഗെയിമായിപ്പോയി ഗൈസ്. അതാണിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ അല്ല ഇല്ല ഇല്ല ഇത് ബിരിയാണിയിലേക്ക് അതല്ല ഇവനിക്ക്. ആ ശരി, എനിക്ക് ഇവന് ഇത്ര ഇട്ടാ മതി. പിന്നെ നീ വെള്ളത്തിനെ ഇവിടെ ഇതൊന്നും യൂട്യൂബ് സാധാരണ പോസ്റ്റാണോ കേട്ടോ? യൂട്യൂബിൽ വരുന്നു. എല്ലാരും പോലീസ് പിടിക്കുന്നു. ഈ പെണ്ണ് ഇങ്ങനത്തെ ഇത് എന്തായാലും യൂട്യൂബിൽ ഇല്ല. അതുപോലെ ഇവന്റെ ഇഷ്ടമാണ് ഈ ബാൻഡ്. അപ്പൊ അതിനെ കണ്ണാപ്പി അല്ല അതെന്ത് ആര് തുടങ്ങിയത്? നീയൊക്കെയാണ് തുടങ്ങിയത്. മിണ്ടാതി അല്ലല്ലോ മിണ്ടാതി. മേലല്ലേ അങ്ങനെ അടിയൊക്കെ കൂടിയ ക്ഷീണത്തിൽ എല്ലാവരും കുറച്ചൊക്കെ കിടന്നുറങ്ങി. കുറച്ച് പേരൊക്കെ മന്തി കഴിക്കാനൊക്കെ എവിടെയൊക്കെ പോയി എന്നാണ് ഞാൻ കണ്ടത്. സ്ലീപ്പറൊക്കെ ആണെങ്കിൽ പോലും നമുക്കൊരു ഉറങ്ങാനുള്ളൊരു കംഫർട്ട് സോണൊക്കെ കിട്ടി വന്നപ്പോഴത്തേക്ക് രാവിലെ ആയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് കിട്ടി. അങ്ങനെയായിരുന്നു ഗായ്സ്. ഞങ്ങളടുത്ത ഗ്രൂപ്പ് പിക്കാണ് ഗൈസ് ഇത്. ആ
പാഞ്ഞു പോകുന്നതാണ് ഗായ്സ് ഞങ്ങളുടെ ബസ്. 49 സീറ്റ് ബസ്സാണ് ഗൈസ്. അടിപൊളി. ഗൈസ് അങ്ങനെ നമ്മൾ ഫ്രഷപ്പ് ആവാനായിട്ട് ഒരു സ്ഥലത്ത് വന്നു ഗൈസ്. ഇനി ഇവിടെ നിന്ന് ഫ്രഷപ്പ് ആയിട്ട് വേണം നമുക്ക് ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ. എല്ലാവരും പകുതി ഉറക്കത്തിലാണ് ഗൈസ്. കണ്ടാൽ തന്നെ മനസ്സിലാവും. ഹായ് ഗൈസ്, ചായ കുടിക്കാൻ പോവാണ് ഗൈസ്. ചായയുടെ ഷോപ്പ് കാണാനില്ല. ഗൈസ് ഇവിടത്തെ ചായയുടെ കപ്പ് കണ്ടോ? ആകെക്കൂടി ഇച്ചിരിയേ ഉള്ളൂ. ഒരു വായിക്കുള്ള ചായ പോലും അതിൽ കൊള്ളത്തില്ല, അത്ര ചെറു. വിനീത ഒന്ന് കൗണ്ട് ചെയ്തേ. വിനീത് ഹായ് ഗൈസ്, നമ്മളിന്ന് ഫസ്റ്റ് ഡേ ആണ്. നമ്മളെങ്ങോട്ടാ പോകുന്നത്? ബാംഗ്ലൂർ പോർട്ടിലേക്കാണ്. ബീച്ചിലൊക്കെ പോയി ലക്ഷ്മി നന്ദ ലക്ഷ്മി വേഗം പറ. എന്താ പറയാമോ ഗൈസ്, ഞങ്ങൾ നേരത്തെ എത്തി ഗൈസ്. അത് കാരണം ഞങ്ങൾക്ക് കുറച്ചധികം സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം 8:40 ആയിട്ടുള്ളൂ. പക്ഷെ 10:30 വരെ വെയിറ്റ് ചെയ്താണ് ഗൈസ്. എല്ലാരും ചൂടത്ത് വെന്തുരുകുകയാണ് ഗൈസ്. തുറക്കുള്ളൂ. പക്ഷെ നമ്മള് എത്തിയതേ. അയ്യോ എനിക്ക് ഏത്തന് തന്നതാ. വീശാൻ പേപ്പർ കഷ്ണം വീശാൻ. ഇവിടെ കൊച്ചിയിൽ ഇവിടെ പോർട്ട് ഉണ്ടായിട്ട് ആർക്കും പോകാൻ വയ്യ. നമ്മൾ മാംഗ്ലൂർ പോയി പോർട്ടിൽ പോയി ഗൈസ്. എന്നിട്ട് ഇവിടെ ഇത്രയും നേരം ചൂടത്തിരുന്നതുകൊണ്ട് ഈ AC ബസ്സിനകത്ത് കയറിയപ്പോൾ ഇച്ചിരി ആശ്വാസമുണ്ടായിരുന്നു. എനിക്ക് വേറെ ഒന്നിലും ഇറങ്ങിയില്ലെങ്കിലും ഈ ബസ്സിനകത്ത് നിന്ന് ഇറങ്ങി പോകരുത് എന്നായിരുന്നു എൻ്റെ മനസ്സിൽ.
സ്പോട്ടിലെത്തി. മംഗലൂർ സ്പോട്ടിൽ. ഇവിടെ നിറയെ വെള്ളമാണ്. അല്ല, ഇതെങ്ങനെ തിരിക്കും? ഇങ്ങനെ തിരികെ. ലേഡീസ് ഓഫ് ബീക്കം എല്ലാവരും കണ്ടെയ്നർ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോണ മണ്ണിത് ഓൾറെഡി വീട്ടിൽ നീ വാങ്ങിച്ച കുഴപ്പമില്ലല്ലോ. ഞാൻ പഠിച്ചു. ഇത് നമ്മുടെ ഓസ്കി സാറിന്റെ ഹൃദയ വിശാലത കൊണ്ട് വാങ്ങിത്തന്ന ഒരു കുഞ്ഞ് ഐസ്ക്രീമാണ്. ഇവിടുന്ന് ബോട്ടിൽ മാൽപ്പേ ബീച്ചിലാണ്. ഇവിടുന്ന് ബോട്ടിലാണ് നമ്മൾ സെന്റ് മേരീസ് ഐലൻഡിലേക്ക് പോണത്. ഓണറോടെ ഓണർ നാളെ 2 കൊടയെങ്കിലും വാങ്ങിച്ചു തരും. ക്ലിയർ ഇല്ല ഗൈസ്, തുടക്കണ്ടേ ഒരു മിനിറ്റ്. ക്ലിയർ നമ്മൾ ബോട്ടിലാണ് ഗൈസ് സെന്റ് മേരീസ് ഐലൻഡിലേക്ക് പോണത്. എല്ലാവരും 2000 ദിർഹംസിന്റെ ഇതാണ്. ഇങ്ങനെ ഗൈസ് എന്തിനെന്നറിയാത്തൊരു ലൈനിൽ കയറി നിന്നു ഗൈസ്. അതെന്തിനാണെന്നറിയോ? നമുക്ക് ബോട്ടിൽ അപ്പുറത്തെ ഐലൻഡിലോട്ട് പോകാനായിരുന്നു ഗൈസ്. അത് പിന്നെയാണ് മനസ്സിലായത്. കൂട്ടെടുക്ക്. ബോട്ടിൽ കുടചൂടിയിരിക്കുന്ന വ്യക്തിയായി നമുക്ക് ഓസ്കി സാറിനെ പ്രഖ്യാപിക്കണം ഗൈസ്. ചെവി വെള്ളം കയറി. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ആടെ അലറം അടിക്കണം. ഐലൻഡ് എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റാം. എനിക്ക് തണുപ്പുണ്ടെങ്കിൽ വേണം. 10-15 പീസായി.
ചെരുപ്പിട്ട് നടക്കാൻ പറ്റുന്നത്. എടുത്തെടുത്ത് കൃഷ്ണയുടെ ആണോ? നമ്മൾ പുറപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ എവിടെ പോകുന്നു? എവിടെ പോകുന്നു? കരയിലേക്ക്. കടലിൽ നിന്നും കരയിലേക്ക്. നമ്മൾ നൈറ്റ് വാക്കിന് പോവുകയാണ് ഗൈസ്. എവിടെയോ ഇവിടെ ആർക്കും ഒരു ഓളമില്ല ഗൈസ്. ഈ ദിവസം എന്തോ ഒരു ഫസ്റ്റ് ഡേ ആയിട്ട് ഒരു ക്ഷീണമൊന്നും. അപ്പൊ ഞാനും ലക്ഷ്മി നന്ദയും കൂടെ നടക്കുവാണ് ഗൈസ്. കർണാടക വഴിയിലൂടെ ഇത് കർണാടകയിൽ ഡണ്ടിയോ? അല്ല, കർണാടകയാണ്. ബാംഗ്ലൂർ മാൽപേ ബീച്ച്. വഴിയോരങ്ങളിലൂടെയുള്ള യാത്ര. ഞങ്ങൾ നടന്നു വന്നപ്പോ 2 ബംഗാളികളാന്ന് വിചാരിച്ചു ഗൈസ്. പക്ഷെ നമ്മുടെ ഫ്രണ്ട്സ് ആയിരുന്നു. വെറുതെ തെറ്റിദ്ധരിച്ചു. അത് എനിക്ക് മയോണൈസ് കോരി ഒഴിച്ച് ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് ഡയറക്റ്റ് നമ്മൾ ദണ്ഡേലിക്ക് പോവുകയാണ്. ഓവർനൈറ്റ് ജേർണി. അതിന്റെ വിശേഷങ്ങളുമായി നമ്മൾ അടുത്ത ബ്ലോഗിൽ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.